എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി നീട്ടി. പിഴയോടുകൂടി അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതിയാണ് നീട്ടിയിട്ടുള്ളത്. അപ്പോൾ ജൂൺ 2-ാം തീയതി, അതായത് നാളെ വൈകുന്നേരം 5 മണി വരെ ആയിട്ടാണ് ഈ ഒരു അപേക്ഷാ സമയം നീട്ടിയിട്ടുള്ളത്. അതായത് 2/6/2025 തിങ്കളാഴ്ച വൈകുന്നേരം 5 മണി വരെയാണ് ഈ ഒരു ഫൈനോടുകൂടി അപേക്ഷ നൽകാനുള്ള അവസാന തീയതി നീട്ടിയിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു ഫീസ് അടച്ചുകൊണ്ട്, അതായത് ഈ ഒരു ഫൈനോടുകൂടി നിങ്ങൾ ഈ ഒരു നാളെ വൈകുന്നേരം 5 മണിക്കുള്ളിൽ നിങ്ങളുടെ അപേക്ഷ സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അപേക്ഷ ഓഫ്ലൈനായിട്ട് സ്കൂൾ മുഖാന്തരമാണ് അപേക്ഷിക്കേണ്ടത്, അല്ലാതെ ഓൺലൈനായിട്ടല്ല. കാരണം പല വിദ്യാർത്ഥികളും ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ +2വിൻ്റെ സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകൾക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസരം ഓൺലൈനായിട്ടല്ല, ഓഫ്ലൈനായിട്ടാണ്, അതായത് സ്കൂൾ മുഖാന്തരമാണ്. കാരണം നിങ്ങളുടെ ഈ ഒരു സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകളുടെ നിങ്ങളുടെ എൻട്രി രജിസ്റ്റർ ചെയ്യുന്നത് സ്കൂളിൽ നിന്നാണ്. അതായത് നിങ്ങളുടെ ഡാറ്റാസ് ഈ ഒരു സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്യുന്നത് അതത് ഹൈസ്കൂളുകളിൽ നിന്നാണ്, അത് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കൂളിലാണ് ഈ ഒരു അപേക്ഷ കൊടുക്കേണ്ടത്. അപ്പോൾ സ്കൂളിൽ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് വിദ്യാർത്ഥികൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം സ്കൂളിൽ നിന്നും സ്കൂളിൽ വാങ്ങി ഫില്ല് ചെയ്താൽ മതി. അതുപോലെ അപേക്ഷാ ഫീസിനോടൊപ്പം എക്സ്ട്രാ ആയിട്ട് 600 രൂപ വിദ്യാർത്ഥികൾ എക്സ്ട്രാ ആയിട്ട് എടുക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതുപോലെ തന്നെ +2വിൻ്റെ റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് ആവശ്യമാണ്. അപ്പോൾ +2വിൻ്റെ റിസൾട്ട് ഈ ഒരു +1ൻ്റെ കമ്പാർട്ട്മെൻറ്റ് വിഭാഗം എഴുതിയ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ +1ൻ്റെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ റിസൾട്ട് പരിശോധിച്ച വെബ്സൈറ്റ് ഉണ്ടാവും. അതായത് results.hse.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു വെബ്സൈറ്റിൽ, അതായത് results.hse.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഈ ഒരു HSC VHSC സെക്കൻഡ് ഇയർ റിസൾട്ടിൻ്റെ ലിങ്കുകൾ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ ഒരു HSC ആണോ VHSC ആണോ ഏതാണ് അതിൻ്റെ സെക്കൻഡ് ഇയറിൻ്റെ ആ ഒരു റിസൾട്ടിൻ്റെ നേരെയുള്ള ചെക്ക് റിസൾട്ട് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ ആ ഒരു പേജിൽ കാണുന്ന ക്യാപ്ചയും നൽകിയ ശേഷം ഡൗൺലോഡ് PDF ക്ലിക്ക് ചെയ്ത് നിങ്ങൾ PDF ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ പാസ്വേഡ് എന്ന് പറയുന്നത് ആദ്യം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എഴുതുക, അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുമ്പോൾ ആദ്യം ഡേ, അതുപോലെ തന്നെ പിന്നീട് ഒരു മന്ത്, അതുപോലെ തന്നെ പിന്നീട് ഇയർ എന്നുള്ള രീതിയിൽ ആയിരിക്കണം ആ ഒരു ഫോമാറ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുക. ഈ ഒരു സ്ലാഷും കാര്യങ്ങളൊന്നും കൊടുക്കാതെ ജസ്റ്റ് അക്കങ്ങൾ മാത്രം കൊടുത്തിട്ട് നിങ്ങൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ആദ്യം രജിസ്റ്റർ നമ്പർ പിന്നീട് ഡേറ്റ് ഓഫ് ബർത്ത് കണ്ടിന്യൂസ് ആയിട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള PDF ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു PDFിൽ നിങ്ങളുടെ +2വിൻ്റെ മാർക്ക് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള +2 റിസൾട്ട് ആയിരിക്കും +1 കമ്പാർട്ട്മെൻറ്റ് വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു റിസൾട്ടിൻ്റെ കോപ്പി കൂടി വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് കൊണ്ടുപോകേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഫീസ് വരുന്നത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സേ പരീക്ഷ ആണെങ്കിൽ നിങ്ങൾക്ക്, അതായത് ഈ ഒരു പരീക്ഷ ആർക്കൊക്കെ രജിസ്ട്രേഷൻ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2025 മാർച്ച് മാസത്തിലെ +2വിൻ്റെ പബ്ലിക് എക്സാമിനേഷൻ അല്ലെങ്കിൽ +2വിൻ്റെ കമ്പാർട്ട്മെൻറ്റ് വിഭാഗം പരീക്ഷ, അതുപോലെ +1ൻ്റെ കമ്പാർട്ട്മെൻറ്റ് വിഭാഗം പരീക്ഷകളിൽ രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു പരീക്ഷ എഴുതാനായിട്ട് പറ്റുക. സേ പരീക്ഷ ആവശ്യമുള്ളവർക്ക് 6 വിഷയം വരെ നിങ്ങൾക്ക് സേ പരീക്ഷ എഴുതാം. അതുപോലെ തന്നെ ഒരു വിഷയത്തിന് 150 രൂപയാണ് ഈ ഒരു തിയറി പേപ്പറിന്, അതായത് തിയറി സബ്ജക്റ്റുകൾക്ക് വരിക. പ്രാക്ടിക്കലുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ 175 രൂപയാണ് ഫീസ് വരിക. ഇതോടൊപ്പം 40 രൂപ സർട്ടിഫിക്കറ്റ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു നാളെ വൈകുന്നേരം 5 മണി വരെ, അതായത് ഫൈനോടുകൂടി ആയതുകൊണ്ട് ഇതിനോടൊപ്പം 600 രൂപ എക്സ്ട്രാ കൂടി, എത്ര രൂപയാണോ നിങ്ങൾക്ക് ഫീസ് വരുന്നത് അതിനോടൊപ്പം 600 രൂപ കൂടി ഫീസ് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇംപ്രൂവ്മെൻറ്റിൻ്റെ കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വിഷയമാണ് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ ഒരു വിഷയം ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാനായിട്ട് 500 രൂപയാണ് ഫീസ്. 500 രൂപയും ഇതോടൊപ്പം 40 രൂപ, അതോടൊപ്പം തന്നെ 600 രൂപ എക്സ്ട്രാ ആയിട്ട് ഫൈനായിട്ട് വരുന്ന ഈ ഒരു 600 രൂപയും നിങ്ങൾ അടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഫീസ് വരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ നാളെ, അതായത് ഈ ഒരു തിങ്കളാഴ്ച, അതായത് വൈകുന്നേരം 5 മണിക്കുള്ളിലായിട്ട് നിങ്ങൾ ഏത് സ്കൂളിലാണോ 2025 മാർച്ചിലെ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തത് ആ ഒരു സ്കൂളിൽ പോയിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ നാളെ വൈകുന്നേരം 5 മണി എന്ന് പറയുമ്പോൾ നിങ്ങൾ രാവിലെ തന്നെ പോയിട്ട് അപേക്ഷ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.